സോ ഗൈസ്, അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉബുണ്ടു സീരീസ് ലിനക്സ് സീരീസിന്റെ തേർഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 2 എപ്പിസോഡും ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഇട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഉബുണ്ടു എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബുണ്ടു. ആ ഉബുണ്ടുവിന്റെ കുറച്ച് കസ്റ്റമൈസേഷൻ ആണ് എനിക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലോട്ട് ഞാൻ അതിനെ മാറ്റുകയാണ്. പിന്നെ ഗ്നോം ടീക്സ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അതിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് അത്തരം കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഷെൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അല്ല, നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ടിടാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കമാൻഡ്സ്, ലിനക്സിന്റെ കുറച്ച് കമാൻഡ്സ് നമ്മൾ ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് വെച്ച് വന്നിട്ടുണ്ട്. ഞാൻ GPT മറ്റു സാധനങ്ങളൊക്കെ ടൂൾസൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്ത് വെച്ച കുറച്ച് സംഭവമാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന. പണ്ട് ഞാൻ ബിൽഡ് ചെയ്ത കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ പ്രോംപ്റ്റ് മാത്രം കൊടുത്തിട്ട് അതുപോലത്തെ ഒരു കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാക്കിയിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം നമ്മളിതിൽ. അത്രയും കാര്യങ്ങളാണ് ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഉള്ള സെറ്റപ്പ്. ലൈക്ക് ചാർജറും സാധനങ്ങളും എല്ലാം പ്രധാന മാക്ക് മാറ്റി നമ്മുടെ ഇതാക്കണം, HP ആക്കണം. കുറച്ച് വയറിങ്സ് സെറ്റപ്പ്, അതുപോലെ തന്നെ കീബോർഡ് മൗസ് ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ സെറ്റപ്പ് ഉബുണ്ടു റെഡിയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ സെർച്ച് ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്ക് ഇവിടെ സൈഡിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉബുണ്ടു ഇവിടെ ഓൺ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ടഡ് ടുഡേയ്സ് എപ്പിസോഡ് 3 ഓഫ് ലിനക്സ് സീരീസ്. സോ നമുക്ക് ആദ്യം പാസ്വേഡ് അടിച്ച് കയറാം. ക്യാപ്സ് ലോക്ക് ആണോ? വെറുതെ അല്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉബുണ്ടു സെറ്റിങ്സ് എടുക്കുക. ആദ്യം തന്നെ ഇവിടെ ഞെക്കുക, സെറ്റിങ്സിൽ പോകാം. ഓരോന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തരാം. ലൈക്ക് മാക്കിലൊക്കെ കാണുന്ന പോലെ വൈഫൈ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ 16.04 ഉബുണ്ടു 16.04 ശേഷമാണ് വൈഫൈ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് വൈഫൈ സെറ്റിങ്സ് കാണാൻ പറ്റിയിരുന്നത്. അതിൻ്റെ മുന്നേ നെറ്റ്വർക്ക് ടാബും ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് വൈഫൈ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഗിറ്റ്ഹബിൽ നിന്നൊക്കെ റെപ്പോസിറ്ററീസ് ക്ലോൺ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അത് വൈഫൈ യൂസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവുക പലർക്കും. ആൻഡ് ദെൻ 20 and 22 ഒക്കെ ആയപ്പോഴേക്ക് ആ പ്രോബ്ലം ഒക്കെ പോയി. ഇപ്പം ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വിൻഡോസ് 24 വരെ എത്തി നമ്മളിപ്പോൾ. ഓക്കെ, വൈഫൈ ഉണ്ടാവും അവിടെ. നെറ്റ്വർക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് VPN പ്രോക്സി ഇവിടെ സെറ്റ് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിവിടെ കണക്ട് ചെയ്യാം. ഞാൻ എൻ്റെ TWS ഓൾറെഡി എൻ്റെ ഫോണിലും മാക്കിലും പെയർ ചെയ്തു. ഇനി ഇതിലും കൂടി പെയർ ചെയ്യുന്നില്ല, താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെയർ ചെയ്യാത്തത്. സോറി. പിന്നെ ഡിസ്പ്ലേസ് ലാൻഡ്സ്കേപ്പ് ആക്കാം, ഓരോ റെസൊല്യൂഷൻ, റിഫ്രഷ് റേറ്റ് അത് ഫിക്സ്ഡ് ആണ്. ഫ്രാക്ഷണൽ സ്ക്രോളിങ്ങിൻ്റെ ഒരു ഐഡിയ ആണ്. നൈറ്റ് ലൈറ്റ് ഓഫ് ആണ്. സോറി. ആണെങ്കിൽ സൺസെറ്റ് ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ്. പിന്നെ സൗണ്ടിൻ്റെ സെറ്റിങ്സ്, മൾട്ടി ടാസ്കിങ് സെറ്റിങ്സ്, ഓക്കെ, അങ്ങനത്തെ ഓരോ വ്യൂസ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അപ്പിയറൻസ്, ഉബുണ്ടു ഡെസ്ക്ടോപ്പ് സൈസ്, ഷോ ഹോം ഫോൾഡർ ഓഫ് ചെയ്തിട്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് ഹോം ഫോൾഡർ കാണുന്നുണ്ടോ? ഇല്ല, അത് ഓക്കെ. പിന്നെ ഓട്ടോ ഹൈഡ് ഡോക്ക് നിങ്ങൾ നോക്കിയാൽ ഓട്ടോ ഹൈഡ് ഡോക്ക് ആണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവച്ചാൽ ഡോക്ക് അവിടെ ഹൈഡ് ആവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് ഫുൾ സ്ക്രീനിലേക്ക് ഇടുമ്പോൾ ഡോക്ക് ഹൈഡ് ആവും. അപ്പോൾ ഓട്ടോ ഹൈഡ് ഡോക്ക് ഓഫ് ചെയ്തിട്ടാൽ ഫുൾ സ്ക്രീനിലേക്ക് ആക്കിയാലും ഹൈഡ് ആകത്തില്ല. ഉണ്ടോ?
മാക്ക് അങ്ങനെയല്ല കേട്ടോ, മാക്കിന് ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കണം, ഇങ്ങനെ കൊണ്ടുവച്ചാലും മതി, ഫുൾ സ്ക്രീൻ ആവും. പിന്നെന്താ, ഓൺലൈൻ റിസോഴ്സസ് ഇതൊക്കെ തന്നെ സാധാരണ ഒരു OSന്റെ എല്ലാം എന്തൊക്കെ സാധനങ്ങൾ, പ്രിന്റർ, കളറ്, ലാപ്ടോപ്പ് സ്ക്രീന്, LG മോണിറ്റർ, ഇതൊക്കെ ഈ സാധാരണ OSന്റെ സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ റീജിയൺ ആൻഡ് ടൈം, ഡേറ്റ് ആൻഡ് ടൈം, യൂസേഴ്സ്, റിമോട്ട് ഡെസ്ക്ടോപ്പ്, സോഴ്സ് സെല്ല്, SSH നെറ്റ്വർക്ക് ആക്സസ്, ഹാർഡ്വെയർ ഡീറ്റെയിൽസ് ആൻഡ് സോഫ്റ്റ്വെയർ വേർഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് കോറിലോട്ട് ഇറങ്ങി പോകുന്നില്ല. ഒരുപാട് കോറിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. ഞാൻ ഉബുണ്ടു അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് വെച്ചത്. അതുകൊണ്ട് ഇതിൽ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 VS കോഡ്, ഒന്ന് സ്നാപ്ചാറ്റ് വഴി, സ്നാപ്പ് സ്റ്റോർ എന്ന് പറയും, സ്നാപ്പ് സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്തതാണ്. മറ്റേത് അല്ലാതെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഓപ്പൺ സോഴ്സ് അതിൻ്റെ സോഫ്റ്റ്വെയർ ഫ്രം ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. സെറ്റപ്പ് കൊടുക്കണം, കാരണം നമ്മൾ ഗിറ്റപ്പ് ഒന്നും ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല, പൈലറ്റ് ഒന്നും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയർഫോക്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കി, ഇഫ് യു ഹാവ് എ പ്രൊഫൈൽ, ഞാൻ നോക്കട്ടെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല. ഓക്കെ, ഓക്കെ, gmail.com നോക്കാം. ഓക്കെ, ഓൾറെഡി സൈൻ ചെയ്ത ജിമെയിൽ ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഗിറ്റ്ഹബും ഇതിൽ, എൻ്റെ ഗിറ്റ്ഹബും ഇതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതങ്ങനെ ചെയ്യാം. എൻ്റെ പാസ്വേഡൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് മെയിൽ വന്നിട്ടുണ്ട്. മെയിൽ ക്ലോസ് ചെയ്തിട്ട് മെയിൽ നമുക്ക് ഇതിലിട്ട് പറയുമ്പോൾ ഇത് മെയിൽ വന്നിട്ടുണ്ടോ? സൈൻ കൊടുക്കുന്നു. പാസ്കി കൊടുക്കുന്നു, ഇൻഡിക്കേഷൻ ഫീൽഡ്, റോബോട്ട് പാസ്വേഡ്. ഓക്കെ, നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ മെയിൽ വന്നതാണ്. നോക്കട്ടെ. പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള സാധനം വന്നിട്ടുണ്ട്. ടു ഫാക്ടർ ഓതന്റിക്കേഷൻ പാസ്കി ചോദിക്കണേ, പാസ്കി
ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ നാവിഗേറ്റർ വെക്കേണ്ടി വരും. SMS കോഡ് അല്ല authenticator ആപ്പ് എടുക്കുകയാണ്. ഒന്ന് ഇതെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക സിസ്റ്റത്തിൽ ഇതിൽ ഗിറ്റബ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് വെച്ചു. അതായത് നമുക്ക് ഗിറ്റബ് കോപ്പൈലറ്റ് കോപ്പൈലറ്റോടെ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ നോക്കട്ടെ. ഗിറ്റബ് കോപ്പൈലറ്റ് നമുക്ക് നമ്മുടെ ഗിറ്റ് കോൺഫിഗർ ചെയ്യാം. ന്യൂ ഓപ്പൺ ഫോൾഡർ കൊടുക്കാം. ഓപ്പൺ ഫോൾഡർ ഡോക്യുമെന്റ്സിൽ ഓപ്പൺ ഫോൾഡർ കൊടുക്കുന്നത് നമ്മൾ ഫുൾ സ്ക്രീൻ ഇടുകയാണ്. ഓപ്പൺ ഫോൾഡറിൽ ഡോക്യുമെന്റ്സിൽ പൈത്തൺ ആൻഡ് ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം പൈത്തണാണ്. പൈത്തണിൽ നമുക്ക് ഹലോ വേൾഡ് എടുക്കാം. ഇത് പ്രോഗ്രാം ആണെങ്കിലും ഹലോ വേൾഡിൽ നമ്മൾ പ്രിന്റ് ചെയ്യില്ലേ. ട്രസ്റ്റ് അതൊരു കോഡിങ് പഠിപ്പിക്കുന്ന വീഡിയോ അല്ല, അതുകൊണ്ടാണ് നമ്മൾ കോഡിങ്ങിന് കൂടുതൽ കാര്യങ്ങൾ അത് ചെയ്യുന്നത്. നമ്മൾ OSനെ കുറിച്ച് ചെയ്യുമ്പോൾ OSൽ നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാവുന്ന രീതിയിലാണ് ചെയ്തത്. പ്രിന്റ് ഹലോ വേൾഡ്. നമുക്ക് ഓട്ടോ സേവ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സേവ് ടൈപ്പ്, ഓട്ടോ സേവ് അല്ല, സേവ് ടൈപ്പ്. ഇൻസ്റ്റാൾ ആകുന്നുണ്ടോ നോക്കട്ടെ. നമുക്ക് ഓരോന്നടിക്കുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഡോട്ട് ഉണ്ടോ, ആ ഡോട്ട് മാറി സേവ് ആവുന്നുണ്ടല്ലേ. നമ്മൾ ഓപ്പൺ ഇൻറ്റഗ്രേറ്റഡ് ടെർമിനൽ കൊടുക്കുക. ഇതിൽ പൈത്തൺ ഉണ്ടോ നോക്കണ്ടേ. സോറി, സ്മോൾ മതി. ഓക്കെ, ഇതാണ് പൈത്തൺ വേർഷൻ ചെക്ക് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ 3-V ആണ്. പൈത്തൺ 3.1.3 എന്ന് പറയുന്ന വെർഷൻ ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ് ഓൾറെഡി. നമുക്ക് വെറും പൈത്തൺ ഉണ്ടോ നോക്കാം. ഉണ്ടാകാൻ ചാൻസ് ഇല്ല, അങ്ങനെ സാധനം ഇല്ല. നമ്മൾ ക്ലിയർ അടിക്കാം. ഇനി നമ്മൾ
python 3 space hello.py hello world. നമ്മൾ പൈത്തണിന്റെ ഒരു ബേസിക് പ്രോഗ്രാം ഇതിൽ റൺ ചെയ്ത് നമുക്ക് സിയിൽ ഒരു സാധനം റൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി നമുക്ക് അത് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഉബുണ്ടുവിലുള്ളൊരു വഴിയാണ് ടച്ച് hi.c. ഓക്കെ, അങ്ങനെയാണ് ടച്ച് hi.c വന്നിട്ടുണ്ട്. കൺട്രോൾ ഐ അടിച്ചാൽ നമുക്ക് ആ കോപ്പൈലറ്റ് വീഡിയോ സെറ്റപ്പ് ആയതുകൊണ്ട് പ്രോഗ്രാം ചെക്ക് നമ്പർ is order even continue. നമുക്ക് സമയമില്ല, പക്ഷെ എഴുതിയിട്ടുണ്ട്. അതിന്റെ സിൻടാക്സും എനിക്ക് വലിയ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ കോപ്പൈലറ്റും AI ടൂൾസ് ഒക്കെ വെച്ചിട്ടാണ് കോഡിങ് ചെയ്യുക. ദാറ്റ് വിൽ ജനറേറ്റ്, അല്ലെങ്കിൽ ദാറ്റ് വിൽ എൻഹാൻസ് യുവർ പ്രൊഡക്ടിവിറ്റി, ദാറ്റ് വിൽ എൻഹാൻസ് യുവർ ഒരുപാട് സാധനങ്ങൾ, നിങ്ങളുടെ ഒരുപാട് ടൈം അത് സേവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിപ്പം എല്ലാ കോഡേഴ്സും യൂസ് ചെയ്യുന്നത്. ഇനീഷ്യൽ സൈസ് നിങ്ങളിതൊക്കെ നിങ്ങളുടെ സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് വെക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. വൺസ് യു ഹാവ് സെറ്റപ്പ് ഓൾ ദോസ് AI ടൂൾസ് ഇൻ യുവർ സിസ്റ്റം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സിസ്റ്റം കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പഴയതായതുകൊണ്ടും സ്ലോ ആയതുകൊണ്ടുമാണ് നമുക്കധികം കാര്യങ്ങളൊന്നും ഇതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റാത്തത്. നോക്കാം. സെഷൻ കണ്ടിന്യൂ കൊടുക്കുവാണ്. ഈ കോപ്പൈലറ്റ് നമ്മൾ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിറ്റബുമായിട്ട് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സെറ്റപ്പ് ചെയ്യാതിരിക്കണം. ഓക്കെ, നമ്മൾ ഈ VS കോഡിനെ എടുത്ത് ഇങ്ങോട്ട് ഇടട്ടെ. VS കോഡിന് എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഡോക്കർ ഇട്ടിട്ടുണ്ട്. VS കോഡിന്റെ സാധനങ്ങൾ ഓപ്പൺ ലിങ്ക് കൊടുക്കാം. പറ്റിയത് പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഓവർലോഡ് ആയിട്ടാണ്. മാക്സിമം ഇത് ഭയങ്കര സ്ലോ ആണ്. ഈ ഇത്രയും സ്ലോ ആയ ഡിവൈസ് ആയതുകൊണ്ടാണ് ഞാൻ നേരെ ഒരു മാക്ബുക്കിലോട്ട് ചാടിയത്. പക്ഷെ നമുക്ക് ലിനക്സ് ട്രൈ ഔട്ട് ചെയ്യാൻ, ലിനക്സിന്റെ സിസ്റ്റം തന്നെ വേണമെന്നുള്ളൊരു വാശി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നീട് പുതിയതായിട്ട് എടുത്തത്. ബട്ട് ഇനി നമുക്ക് നടക്കുന്നൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോ തൊട്ട് ലിനക്സിന്റെ എമുലേറ്ററോ വെർച്വൽ ബോക്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മാക്കിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം. അതർവൈസ് യു വിൽ വെരി മച്ച് എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ ഡിലേ വരും. നിങ്ങൾക്ക് കാണാനൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടി. സോ ഓക്കെ, നമുക്ക് നോക്കാം. ഇത് പോട്ടെ.
തരുന്നു. ഓക്കെ 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 ആക്സെപ്റ്റ്. നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ ദാറ്റ് stdio.h എന്ന് പറയുന്ന സാധനം എടുക്കുന്നു. മെയിൻ നമ്പർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. നമ്പർ ഗെറ്റ് ചെയ്യുന്നു. നമ്പർ 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്യുന്നു. ഓഡ് ആണെങ്കിൽ ഓഡ്, ഈവൻ ആണെങ്കിൽ ഈവൻ എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജ് ഡി ഒക്കെ വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ തിങ്, ഇറ്റ്സ് ബേസിക് തിങ്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോണത് വേറൊരു സാധനമാണ്. നമുക്കിപ്പം ഇത് നമ്മുടെ ഫയലിൽ ഇങ്ങനെ റൺ ചെയ്യാം. കോപ്പറേറ്റ് പോട്ടെ. നമുക്ക് ഒരു കമാൻഡ് ഉണ്ട്, ഒരു ലിനക്സ് ഷെൽ കമാൻഡാണ് ls എന്ന് പറയുന്നത്. ls അടിച്ചു കഴിഞ്ഞാൽ ആ ഡയറക്ടറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ hi.c ഉണ്ട്, hello.c ഉണ്ട്. അപ്പോൾ gcc hi.c അടിച്ചു കഴിഞ്ഞാൽ ഈ സി ഫയലിനെ അത് കമ്പൈൽ ചെയ്ത് തരും. കമാൻഡ് gcc നോട്ട് ഇൻസ്റ്റാൾഡ്, അതായത് gcc നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. സുഡോ, ഇതും ഒരു ലിനക്സിൻ്റെ ഒരു പാക്കേജ് മാനേജറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കമാൻഡാണ്. സുഡോ apt ഇൻസ്റ്റാൾ gcc. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഉബുണ്ടുവിൻ്റെ പാസ്വേഡാണ് ചോദിക്കുക, റൂട്ട് പാസ്വേഡാണ് ചോദിക്കുക. gcc ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സി പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കമ്പൈലർ, ബേസിക്കലി എ കമ്പൈലർ ലാംഗ്വേജ്. സോ ദാറ്റ് ആദ്യം നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു കമ്പൈൽഡ് ഔട്ട്പുട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ കമ്പൈൽഡ് ഔട്ട്പുട്ടിനാണ് നമ്മൾ റൺ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ പൈത്തൺ പോലെ അല്ല സി. സോ ദർ മസ്റ്റ് ബി എ ഡിഫറൻസ് ബിറ്റ്വീൻ സി ആൻഡ് പൈത്തൺ. സോ അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ. പലർക്കും അത് അറിയാം, കോഡിങ്ങിലൊക്കെ അത്യാവശ്യം അടിപൊളിയായിരിക്കും. ഉബുണ്ടുവിലുള്ള കോഡിംഗ് ആണ് കാണിക്കുന്നത്. ഉബുണ്ടു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ തന്നെയല്ലേ വിൻഡോസിലുള്ളത്. യെസ്, ഇങ്ങനെ തന്നെയാണ് വിൻഡോസിലുള്ളത്. പക്ഷേ ലിനക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് വെൻ ഇറ്റ്സ് കം ടു ഓപ്പൺ സോഴ്സ്. അത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ടും അത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെൽ സ്ക്രിപ്റ്റ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ലിനക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെയാണ് വരുന്നത്. അതായിട്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. അതിന് മുന്നേ നമ്മൾ 2 പ്രോഗ്രാമെങ്കിലും നമുക്ക് അറിയുന്ന ലിനക്സ് എഴുതി നോക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ഈ ഒരു ഇതിൽ നമ്മൾ സിയുടെയും പൈത്തണിലെയും 2 പ്രോഗ്രാമുകൾ എഴുതുന്നത്. പ്രോഗ്രാം എഴുതാൻ ഒരു വഴിയില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. ലൈക്ക് കോപ്പൈലറ്റ് ഉണ്ട്, AI ടൂൾസ് ഉണ്ട്. So that you can write any program at any cost, at any logic. You can build anything with the AI stuffs here. Okay, നമുക്ക് documents Python and C, it's right, it's okay, it's all right. Okay, നേരത്തെ ഒന്നും കൂടി എഴുതാം. So apt hi.gcc hi.c, sorry, a.out എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ a.out എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിയാൽ a.out എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഈ hi.c കമ്പൈൽ ചെയ്തിട്ടൊരു കമ്പൈൽഡ് ഔട്ട്പുട്ടോടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഫയലിന് നമ്മളിവിടെ /a.out എന്ന് പറഞ്ഞിട്ട് നമ്മളതിന് റൺ ചെയ്യണം. കാരണം നമ്മൾ 45 എൻ്റർ 454 എൻ്റർ കൊടുത്തു. ഇറ്റ്സ് ഈസ് ആൻ ഈവൻ നമ്പർ. നമ്മളൊന്നും കൂടി a.out നമ്പർ 53 കൊടുക്കുന്നു. This number is an odd. Okay, that's all about coding in എന്താ പറയുക, that's all about coding in Ubuntu. Ubuntu നിങ്ങൾക്ക് എന്തും ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് എ നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പക്ഷെ നിങ്ങൾക്ക് ഗെയിമിംഗ് കളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് മാക്കിലും വിൻഡോസിലുള്ള ചില സോഫ്റ്റ്വെയറുകൾ ഇതിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ലൈക്ക് ചില സോഫ്റ്റ്വെയർസ് കിട്ടിക്കൊള്ളണമെന്നില്ല.
ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. ബട്ട് ഇഫ് യു ആർ എ പ്രോഗ്രാമർ, ഇഫ് യു ആർ എ developer, if you want to cyber security expert, everything, you should have a great choice that Ubuntu. Ubuntu ഷെൽ സ്ക്രിപ്റ്റ് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉബുണ്ടു മാറില്ല. കാരണം നല്ലൊരു സ്പെക്കുള്ള ലാപ്ടോപ്പും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉബുണ്ടു ഡെവലപ്മെന്റിന് ഉബുണ്ടു ഹെവിയാണ് ഗൈസ്, ഹെവിയാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്. പോയോ ഇപ്പൊ അതെവിടെ വന്നിട്ടുണ്ടാവോ? അതിന് സൗണ്ട് ഉണ്ടാവുമോ എന്നറിയില്ല. അതിനുണ്ട് സുഖമായിരുന്നു. എത്ര മിനിറ്റായി? 20 മിനിറ്റ് ആയല്ലോ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നമ്മൾ ഉബുണ്ടുവിലെ ചില സാധനങ്ങളൊക്കെ ചെയ്തു, ഉബുണ്ടു സാധനങ്ങൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷെൽ സ്ക്രിപ്റ്റ് അല്ല, ഉബുണ്ടു കമാൻഡ്സിന്റെ നമുക്ക് ഉബുണ്ടുവിലെ ലിനക്സിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ്, അത് നമ്മൾ മാക്കിൽ വേറെ ഉബുണ്ടു സിസ്റ്റത്തിലാണ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് ഷെൽ സ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഉബുണ്ടുവിൽ. അപ്പോൾ അത്രയും കൂടി നമ്മൾ ഈ ഉബുണ്ടുവിൽ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഉബുണ്ടു കമാൻഡ്സ് കാര്യങ്ങൾ എല്ലാം നമ്മൾ മാക്കിൽ ഒരു വെർച്വൽ ബോക്സോ അങ്ങനെ എന്ത് ഇട്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. Let's wait and see what next happens.